നമസ്കാരം സുഹൃത്തെ, ഇന്ന് ഈ വീഡിയോ മുഴുവനായി കണ്ടു തീർത്താൽ എൻ്റെ വാക്കാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ധനത്തിന്റെ ഒരു പേമാരി തന്നെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പോലും പ്രയാസമാകും. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഠിനാധ്വാനത്തേക്കാൾ പ്രധാനപ്പെട്ട ഒരു രഹസ്യത്തെക്കുറിച്ചാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിദൂരർ വെളിപ്പെടുത്തിയ ധനം നേടുന്നതിനുള്ള ആ നയം. നിർഭാഗ്യവശാൽ ഇന്നും കോടിക്കണക്കിന് ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. ചില ആളുകൾ രാവും പകലും കഠിനാധ്വാനം ചെയ്തിട്ടും ദാരിദ്ര്യത്തിൽ കഴിയുന്നതും ചിലരെ തേടി ഭാഗ്യം സ്വയം ഓടിയെത്തുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സമ്പത്തിന്റെ രഹസ്യം കഠിനാധ്വാനത്തിൽ മാത്രമല്ല, ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ചിന്തകളിലാണ്. വിദൂര നീതിയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ചിന്ത. അതിനാൽ ഇന്നത്തെ ഈ വീഡിയോ വെറും ഒരു പ്രചോദനം മാത്രമല്ല, സമ്പത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാണ്. ജീവിതകാലം മുഴുവൻ ആളുകളെ ദരിദ്രരാക്കുന്ന 3 ശീലങ്ങളും ഒരു തവണ മനസ്സിലാക്കിയാൽ സമ്പത്ത് നിങ്ങളെ തേടിയെത്തുന്ന ഒരു സൂത്രവാക്യവും ഈ വീഡിയോയിൽ നിങ്ങൾ പഠിക്കും. ഇപ്പോൾ തീരുമാനം നിങ്ങളുടേതാണ്. വെറും വിനോദത്തിനായി കാണണോ അതോ ജീവിതം മാറ്റിമറിക്കാൻ മനസ്സിലാക്കണോ? നമുക്ക് തുടങ്ങാം. വിദൂര നീതിയുടെ അടിസ്ഥാനമാക്കിയുള്ള ഈ അറിവ്. ധനവാനാകാനുള്ള ആദ്യ രഹസ്യമാണ് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക. ധനവാൻ ആകാനുള്ള ആദ്യത്തെ നിയമം ഇതാണ്: ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവന് ഒരിക്കലും ധനത്തിന് മേൽ അവകാശമുണ്ടാകില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഇതിന് ധനവുമായി എന്ത് ബന്ധം? വിദൂരർ പറയുന്നു, മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവന്റെ അത്യാഗ്രഹ സ്വഭാവമാണ്. ഇന്ന് നിങ്ങൾ 1000 രൂപ സമ്പാദിച്ചാൽ നാളെ 10,000 രൂപ വേണമെന്ന് ആഗ്രഹിക്കും. അത് കഴിഞ്ഞാൽ 1,00,000 എപ്പോഴാണ് വരിക എന്ന് ചിന്തിക്കും. അതും വന്നു കഴിഞ്ഞാൽ പിന്നെ 1 കോടിക്കായിരിക്കും അന്വേഷണം. ഈ അത്യാഗ്രഹം, ഇത് തീരാത്ത ആഗ്രഹം മനുഷ്യനെ ധനത്തിന് പിന്നിലെ ഒരു അടിമയാക്കി മാറ്റുന്നു. ഒരു കാര്യം ഓർക്കുക, ധനം ലഭിച്ച ശേഷവും ധനത്തോടുള്ള ദാഹം മാറുന്നില്ലെങ്കിൽ അത് വെറുമൊരു ദാഹമല്ല, അതൊരു ശാപമായി മാറും. അതുകൊണ്ടാണ് വിദൂരർ പറയുന്നത്, ആദ്യം മനസ്സിനെ നിയന്ത്രിക്കുക, പിന്നീട് ധനത്തെ നിയന്ത്രിക്കുന്നത് എളുപ്പമാണ്. തന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് എപ്പോൾ സമ്പാദിക്കണം, എത്ര ലാഭിക്കണം, എവിടെ നിക്ഷേപിക്കണം എന്നറിയാവുന്നത്. ഈ ആളുകളാണ് യഥാർത്ഥ ധനികർ ആകുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രം മതിയോ? ഇല്ല. ഇനി രണ്ടാമത്തെ രഹസ്യം അറിയുക. അത് നിങ്ങളുടെ സമ്പത്തിനെ വിഴുങ്ങാൻ കഴിവുള്ള 3 ആളുകളുടെ കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. ധനവാനാകാനുള്ള രണ്ടാമത്തെ രഹസ്യം. ഈ 3 ഗുണങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും വേണം. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ലക്ഷ്മി ഒരിക്കലും സ്ഥിരമായിട്ട് നിലനിൽക്കില്ല. വിദൂര നീതി പറയുന്നു, വിവേകം, ക്ഷമ, സമയത്തോടുള്ള ആദരം. വിവേകം, ക്ഷമ, സമയത്തോടുള്ള ആദരം എന്നിവയുള്ളവനാണ് ധനവാനാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിവേകമില്ലെങ്കിൽ പണം വന്നാൽ പോലും നിങ്ങൾ വഞ്ചിക്കപ്പെടും. ക്ഷമയില്ലെങ്കിൽ നിങ്ങൾ എല്ലാ പദ്ധതികളിലും ചാടി വീഴും, എല്ലാം നഷ്ടപ്പെടുത്തും. സമയത്തോടുള്ള ആദരമില്ലെങ്കിൽ നിങ്ങൾ ദിവസം മുഴുവൻ തിരക്കിട്ട് നടക്കുന്ന എന്നാൽ ഒരിക്കലും വിജയിക്കാത്ത ഒരാളായി മാറും. ഓർക്കുക, ധനം കഠിനാധ്വാനത്തിലൂടെ മാത്രമല്ല വരുന്നത്, ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെയാണ്. വിവേകം, ക്ഷമ, സമയത്തിന്റെ മാനേജ്മെന്റ് തുടങ്ങിയ ആയുധങ്ങൾ തങ്ങളുടെ ഉള്ളിൽ വളർത്തിയെടുക്കുന്നവരാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. വിദൂരർ പറയുന്നു, സമയത്തെ അപമാനിക്കുന്നവൻ ഭാവിയിൽ അപമാനിക്കപ്പെടും. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര തവണ നിങ്ങൾക്ക് പണം നേടാൻ അവസരങ്ങൾ ലഭിച്ചിട്ടും സമയത്തെ വിലമതിക്കാത്തതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്? അടുത്ത രഹസ്യം അതിലും അപകടകരമാണ്. കാരണം അത് നിങ്ങളാണ് ആകാൻ പോകുന്നത് അതോ ദരിദ്രനാകാൻ പോകുന്നതോ എന്ന് തീരുമാനിക്കും. ധനവാനാകാനുള്ള 3ാമത്തെ രഹസ്യമാണ് ഗുരുവിന്റെ പ്രാധാന്യം. ഈ ഒരു കാര്യമില്ലാത്തവൻ ഒരിക്കലും ഭാഗ്യം തിരിഞ്ഞു വരില്ല. വിദൂര നീതി പറയുന്നു, ഗുരു ഇല്ലാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവൻ ഇരുട്ടിൽ ഓടുകയും ഒടുവിൽ വീണു പോവുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം, യൂട്യൂബിൽ നിന്നെല്ലാം അറിയാം. പക്ഷെ നിങ്ങളുടെ കുറവുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന, നിങ്ങളുടെ മനസ്സിന്റെ മാലിന്യത്തെ നീക്കം ചെയ്യുന്ന, നിങ്ങളുടെ വിജയത്തിൽ മാത്രം സന്തോഷിക്കുന്ന ഒരു യഥാർത്ഥ ഗുരുവിനെ സാങ്കേതിക വിദ്യയിലൂടെ ഒരിക്കലും ലഭിക്കില്ല. അത് അനുഭവത്തിന്റെ മാത്രം പ്രൊഡക്റ്റാണ്. വിദൂരർ ധൃതരാഷ്ട്രയെ ഉപദേശിച്ചപ്പോൾ യുദ്ധം ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ആദ്യം സത്യത്തെ കാണുക, എന്നിട്ട് തീരുമാനിക്കുക. അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇവിടെയും അത് തന്നെയാണ് കാര്യം. നിങ്ങളുടെ തെറ്റുകൾ തിരുത്തി ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ആരുമില്ലെങ്കിൽ പണം, അധികാരം, പേര് എന്നിവയെല്ലാം ഒരു ദിവസം തകർന്നു വീഴും. അതിനാൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തുക. അല്ലെങ്കിൽ ദിവസവും നിങ്ങളെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവത്തെ കണ്ടെത്തുക. യഥാർത്ഥ സമ്പത്ത് ബാങ്ക് ബാലൻസിലല്ല, ചിന്തയിലാണ്. ചിന്ത വളരുന്നത് മനസ്സിലാക്കാനുള്ള കഴിവ്, ക്ഷമ, ശരിയായ മാർഗനിർദ്ദേശം എന്നിവയിലൂടെയാണ്. അപ്പോഴാണ് സമ്പത്ത് വളരുന്നത്. വിദുരർ പറയുന്നത്, തന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാത്തവരും ശരിയായി ഉപയോഗിക്കാത്തവരും വിഡ്ഢിയാണ്.
ഇവിടെ അദ്ദേഹം പണത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ വിഭവങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ്. അത് പണമാകട്ടെ, സമയമാകട്ടെ, നിങ്ങളുടെ ബുദ്ധിയാകട്ടെ. ഇനി ധനത്തിന്റെ കാര്യം സംസാരിക്കാം. ഒരു വ്യക്തിക്ക് എല്ലാ മാസവും 300 മുതൽ 400 രൂപ വരുമാനമുണ്ടെന്ന് ലഭിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. അയാളത് ഭക്ഷണം കഴിക്കാനും മറ്റുമായി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ ബാങ്കിൽ വെക്കുന്നു. അയാൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാവാം, പക്ഷേ പണത്തെ ജോലിക്ക്, അതായത് ആ പണത്തെ വീണ്ടും പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കുന്നില്ല. പണം ഒരു വിത്ത് പോലെയാണ്. അത് ശരിയായി മണ്ണിൽ വിതച്ചാൽ വൃക്ഷമായി വളരും. പക്ഷെ ആ വിത്ത് അലമാരയിൽ കിടന്നാൽ വളരുകയില്ല, ഫലം നൽകുകയില്ല. ഇപ്പോൾ യഥാർത്ഥ കാര്യം മനസ്സിലാക്കുക. വർദ്ധിപ്പിക്കുക, ഉപയോഗിക്കുക. വർദ്ധിപ്പിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ്. ഒരു ചെറിയ ബിസിനസ്സിൽ നിക്ഷേപിക്കുക, വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു പുതിയ കഴിവ് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സുരക്ഷിതമാക്കുന്ന, വിദ്യാഭ്യാസം നൽകുന്ന, സമ്പന്നനാക്കുന്ന കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കുക. അതായത് വെറുതെ ചിലവഴിക്കുകയില്ല, ചിന്തിച്ച് ചിലവഴിക്കുക. വിദൂരനീതി പറയുന്നു, ദരിദ്രനായവനല്ല വിഡ്ഢി, മറിച്ച് വിഭവങ്ങളുണ്ടായിട്ടോ അത് ശരിയായി ഉപയോഗിക്കാത്തവനാണ് വിഡ്ഢി. അതുകൊണ്ടാണ് പലരും ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടും ദരിദ്രരായി തുടരുന്നത്. ചിലർ ചെറിയ വരുമാനത്തിൽ നിന്ന് പോലും കോടീശ്വരന്മാരാകുന്നു, കാരണം അവർ തങ്ങളുടെ ധനത്തെ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ചോദ്യം ഇതാണ്: എവിടെയാണ് പണം നിക്ഷേപിക്കേണ്ടത്? പണം സുരക്ഷിതമായിരിക്കുക മാത്രമല്ല, വളരുകയും ചെയ്യുന്ന സ്ഥലം ഏതാണ്? പണത്തെ എവിടെ, എങ്ങനെ നിക്ഷേപിക്കണമെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.